ഷാനു ഒക്കെ സെറ്റല്ലേ? പോവല്ലെന്നാ? ഒക്കെ സെറ്റാണ്. ഇടിച്ചൊന്ന് വേഗം ഇറങ്ങി. രാത്രി ആകുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് തന്നെ എത്തണ്ടേ? ഞാനേ ഉമ്മാനോട് പറയട്ടോ. ആ പറഞ്ഞാണ്ടൊന്ന് വേഗം വാ. വണ്ടി എടുത്തോട്. ആ വേഗം നോക്കൂട്ടോ. ഉമ്മാ ഉമ്മാ. ആ എന്താണ് ഷായിന? അമ്മ ഞാനേ ഇന്നലെ ഡ്രസ്സ് എടുത്തിട്ടില്ലേനോ, അത് അടിച്ചാൻ കൊടുക്കാൻ വേണ്ടി പോകുക. അപ്പൊ ഷാനു ആ വൈക്ക പോണ പറഞ്ഞപ്പോ എന്നോട് പോരാൻ പറഞ്ഞേ. എന്നാ അങ്ങനെ പോകുക കേട്ടോ. ആ എന്നാ അങ്ങനെ പോയിക്കൊന്നാ. തിരിച്ചെങ്ങനെ വരിക? ആ തിരിച്ച് ഞാനേ ഷാനു പോരുവാണെങ്കിൽ ഒപ്പം പോരാ, അല്ലെങ്കിൽ ബസ്സിന് എന്തിനെങ്കിലും പോരേണ്ടി വരും. ആ ആയിക്കോട്ടെ. എന്തായാലും കൈ പിടിച്ചോളാട്ടോ. അല്ലെ പിന്നെ ഓനെങ്ങാനും വരാൻ കൂടിയിട്ടില്ല, എനിക്ക് ഇങ്ങോട്ട് ബസ്സിന് എന്തിനെങ്കിലും പോരണമെങ്കിൽ കുടുങ്ങൂലേ? ആ ഞാൻ എടുത്തേക്കണമ്മ, ഞാൻ ഇറങ്ങാട്ടെന്നാലേ, ഞാൻ പോവാ. ആ പിന്നെ പോകുമ്പോ വാതില് ചാരിയൊക്കെ, ഞാൻ ഇവിടെ അടുപ്പത്ത് പണിയില്ല. ആ അടക്ക. അത് കരിഞ്ഞാവോ. എടാ വണ്ടി എടുക്കുക, വേഗം പോകുക. എന്നാലും ഷാനും താത്തി ഇപ്പൊ ഒടുക്ക പോണാവോ? താത്താക്കല്ല സുഖല്ലേ, ഷാഫിയാക്കല്ലെങ്കിലും ഇപ്പത്താ ഷാനുവിനെയും കൂട്ടി ഓരോ വൈക്ക് പോകുക, എന്നും കറക്കം. ഉമ്മാ ഉമ്മാ, ഇത്ര വാതിലൊക്കെ തുറന്നിട്ടുങ്ങാണ്ട്. ഉമ്മാ ഇമ്മാ. അല്ല ചെയ്യാ മോളെന്ന് നേരത്തെ വിട്ടാ? ആ ഇന്ന് ഉച്ചവരെ ഉള്ളു ഇനി, അപ്പൊ ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ വേഗം പോകുന്നു. തന്നെ? അല്ല ഞാൻ വരുമ്പോണ്ടേ ഷാനും താത്തിയും കൂടി ബൈക്കും പോണോ, ഓല എടുക്കാ പോണു? ആ അതോ, അത് നമ്മളെ മോൾട്ടിന്റെ കല്യാണത്തിക്കേ ഓക്ക് ഡ്രസ്സ് വാങ്ങിനല്ലോ, അപ്പൊ അത് അടിച്ചാണ്ട് എറിഞ്ഞങ്ങാണ്ട് അങ്ങനെ ഷാനുവിന്റെ ഒപ്പം പൊയ്ക്കാണ്. എത്ര ഞാൻ ഷാനുവിനോട് എത്ര ചോദിച്ചിരിക്കുന്നറിയൊന്ന് കൊണ്ടുപോകാന്. ഇപ്പൊ നോക്കാണ് ഇന്നോ ഓനെന്ത് പറഞ്ഞാലും കൊണ്ടുപോകാന്ന് വെച്ചാ താത്താന്റെ പറയുമ്പാക്കി കൊണ്ടോണോക്കാണ്. ഞാനാണോ അവന്റെ പെങ്ങൾ അല്ലെങ്കിൽ താത്തയാണോ? ഈ പെണ്ണ് തുടങ്ങുന്നുണ്ട് ഓരോന്ന് പറഞ്ഞങ്ങാണ്ട്. അല്ലെങ്കിൽ താത്താക്ക് ഇന്റെ ഒപ്പം പോന്നാ പോരെ, ഞങ്ങക്ക് രണ്ടാം കൂടി പോയി കണ്ട് എനിക്ക് ഏതായാലും ഡ്രസ്സ് അടിച്ചാൻ കൊടുക്കാൻ ഇച്ചില്ല കല്യാണം. ഇതിപ്പോ നോക്കാനും ഓ രണ്ടാളും കൂടിയാണ് പൊയ്ക്കുക. ഞാൻ ഇജ്ജിപ്പൊ നേരത്തെ വരുന്നത് അറിയില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടോ, ഇതൊന്നും അത്ര നല്ലതല്ല. എനിക്കൊണ്ട് കുറച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഒരിത്. ഇത് ആൾക്കാരെന്താ പറയാ, ഓല് രണ്ടാളും ഇങ്ങനെ എപ്പോഴും ബൈക്കുമ്മൽ ഇങ്ങനെ പോയാല്. സിയമോളെ വെറുതെ മാണ്ടാത്തത് പറയാൻ നിക്കരുത് ട്ടജ്. എനിക്കിപ്പ തന്റെ ഡ്രസ്സ് അടിച്ചാനല്ലേ, ആ ഷാനുവിനോട് ഞാൻ പറഞ്ഞോണ്ട് എന്നെ കൊണ്ടുപോകും മതിയില്ലേ? അല്ലെങ്കിൽ ഞാൻ പറയണൊന്നും നിങ്ങൾക്ക് പറ്റൂലല്ലോ. ഷാഫിയാക്ക് ഗൾഫിലാണ് വിചാരിച്ചുകൊണ്ട് എല്ലാത്തിനും ഷാനുവിന്റെ ഒപ്പം ഇങ്ങനെ പോവുക. ആൾക്കാരെ കൊണ്ട് വെറുതെ പറയിപ്പിച്ചാനായിട്ട്. ഇച്ചും കുറച്ചൊക്കെ കാണും ഇതാക്കൊക്കെ ചെയ്താലും മനസ്സിലാകൂട്ടോ. ഇതൊന്നും അത്ര നല്ലതല്ല എന്തായാലും. സിയമോളെ ഇജ്ജ് വെറുതെ മാണ്ടാത്ത പറഞ്ഞും കണ്ട് ഉണ്ടാക്കല്ലോ. ആ ഷാനുവിന് ആ ഭാഗത്തേക്ക് പോകാണ്ട് എന്നുള്ള ഇത് പറഞ്ഞ പോക്കും അങ്ങോട്ട് തന്നെയാണല്ലോ, അങ്ങനെ പോയതാ. ആർക്കാ പറയിപ്പോ ഈ ടൈമിക്ക് വരുന്നുണ്ട് എന്നുള്ളത്? എനിക്ക് ഉച്ചക്ക് വിടുന്നുള്ളത് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്കാണ് പോയാൽ മതിയേനി. ഇജ്ജ് അതിനുള്ള കുയിന്തിനും വേണ്ടി വെറുതെ ഓരോന്ന് പറഞ്ഞും കണ്ട് ഇതാക്കാൻ നിൽക്കണ്ട. എന്റെ തൊള്ളിയിലെ വെറുതെ ഇജ്ജ് കേൾപ്പിച്ചരുത്. അങ്ങനത്തെ കുട്ടിയല്ല ഓള്. ഓ പൊന്നാര മരുവോളെ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റൂലല്ലോ. ആ ഇച്ച് പറ്റൂല മരുവോളെ പറഞ്ഞ. എന്തേ? ഓ കുയിന്താട്ടിങ്ങാണ്ട് ഓരോന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാനായിട്ട്. ഞാത്തും പറയല്ല, ചെയ്താനൊക്കെ ഉണ്ട്. ആ പോക്ക അല്ലാത്തൊരു പെണ്ണന്നെ. എത്തിക്കാ പറഞ്ഞുണ്ടാക്കണത് എന്നാ ഓലാങ്ങളെയും പെങ്ങളെയും മാറ്റിക്കാം. അത് പോക്കറിയില്ലല്ലോ. അല്ലാ ചോറവിടെ വാർത്ത വെച്ചേക്കേനി ാണല്ലോ. ഹലോ ഇക്ക. ആ വലൈക്കും അസ്സലാം. ഞാൻ കിടന്നിട്ടില്ല, അമ്മയൊക്കെ കിടന്നാണ്. ആ ഫുഡ് കഴിച്ച്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേനോ ഡ്രസ്സ് അടിക്കാന്ന് പോയി. ആ ഷാനുവിന്റെ ഒപ്പം പോയിങ്ങാണ്ട് ഓൻ ഏതായാലും ആ വൈക്ക് പോകാണ്ട് പറഞ്ഞ, അപ്പൊ ഓൻ്റെ ഒപ്പം പോയിങ്ങാണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ അടിച്ചിങ്ങാണ്ട് അടിക്കാൻ കൊടുത്ത് പിന്നെ വാങ്ങേണ്ടി വരും. ഞാനേ പിന്നെ വിളിക്കണ്ടിട്ടേക്ക, എനിക്ക് തലവേദനയായിട്ട് ഉച്ച കഴിഞ്ഞങ്ങാണ്ട് പോയതാണ്. വൈകുന്നേരം കഴിഞ്ഞിക്കണ് ഇവിടെ എത്തിയപ്പോ. അതിൻ്റെ ഇതൊക്കെ കൊടുത്ത് ഓൻ്റെ ഒപ്പം തന്നെ ഇങ്ങോട്ടും പോകുന്നു. ബസ്സൊക്കെ കയറി പോരുമ്പാക്കിന്. ഞാൻ പിന്നെ വിളിക്കേ, തീരെ വയ്യ, തലവേദനാവുക. വലൈക്കും അസ്സലാം.
എനിക്കിപ്പോ അവിടെ വർത്താനം പറഞ്ഞു നിൽക്കാനല്ല ടൈം. ആ ഷാനുവിനെ വിളിച്ചോക്കട്ടെ. ആ ഹലോ ഷാനു, ഇവിടെ എല്ലാരും കിടന്നുണ്ട്. ഇവിടെ റൂമിലാ? ആ അതിന്റെ അടുക്ക എന്റെ കാക്കേ വിളിച്ചീനി. ഞാൻ എന്തൊക്കെയോ പറഞ്ഞങ്ങാണ്ട് വെച്ച്. എന്നാ ഏതായാലും റൂമിക്ക് വാ, ഞാൻ ഇവിടെ ഇത് കുറ്റി തുറന്നക്ക. ആ വേഗം വാട്ടോ, ഞാൻ കുറ്റി തുറന്നക്കുണ്ട്. ഓലൊക്കെ കിടന്നക്കണ്. ആ ഞാൻ വെക്ക. ഫോൺ ഇതാക്കി വെച്ചാല് പുറത്തേക്ക് സൗണ്ട് വെക്കും. ആ ശരി എന്നാ. വാതില് നല്ല തുറന്നക്കട്ടെ. കുറഞ്ഞക്കണെന്നാ തോന്നുന്നു. ഓൻ വരുമ്പോഴേക്ക് ഏതായാലും കുറ്റി തുറന്നക്ക, അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് കേൾക്കും. ഞാനല്ല പോകുന്നത്, ഓനോടക്ക് നട്ടപ്പാതിരാക്ക്. താത്താന്റെ റൂമൊക്കല്ല പോകുന്നത്. ഇതെന്തായാലും വെറുതെ വിട്ടാ പറ്റൂല. ഉമ്മാനോട് പറയാം. ഉമ്മ 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 എന്താണ്? വാതിലൊറക്കി. ഉമ്മ ഞാൻ വേഗം തുറന്നു നോക്കി വാതില്. ഞാൻ അന്നേ പറഞ്ഞില്ല ഇതൊക്കെ. ഉണ്ടാതെ നിക്ക്, ഞാൻ മുട്ടി നോക്കട്ടെ. ഓരോന്ന് പറഞ്ഞ് വീട്ടുണ്ടാവും. ഇതെങ്ങാനും ഇല്ലാത്താണെങ്കിൽ എന്റെ കാണിച്ചെറിഞ്ഞു വീട്ടിൽ ഞാൻ ചെയ്യാ. ഇത് കണ്ടിക്കണോ ശരിക്കല്? ആയിക്കോട്ടെ, ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ ഷോണി എന്റെ ഉള്ളിൽ കയറി പോകുന്നത്. ഞാൻ വെള്ളം കുടിച്ചാൻ വേണ്ടി നീച്ചതേ. ഞാൻ അടുക്കളയിനെ വെള്ളം കുടിച്ചാൻ വേണ്ടി ഒരൊച്ചയായിട്ട് നോക്കിയപ്പോ ഷാനി എന്റെ ഉള്ളിൽ കയറി പോകുന്നതാ കണ്ടത്. നിങ്ങൾ വേഗം വാതില് തുറന്നു നോക്കി, ഓൻ അതിന്റെ ഉള്ളിലുണ്ട്. ഉണ്ടല്ലേ ഇതിലുണ്ടെന്ന്. അല്ല എന്താണ് ഇവിടെ പരിപാടി രണ്ടാക്കും കൂടി? അതുമ്മ അത് ഇന്ന് ഇതിന് പോയില്ലേനു ഡ്രസ്സ് ഇതാക്കാൻ വേണ്ടി. അപ്പൊ പൈസ ഓന്റെ അടുത്തുണ്ടേനു. അപ്പൊ അതിന്റെ ബാലൻസ് തരാൻ വേണ്ടിട്ട് വന്നതേനു. എന്ത് കൊടുക്കലും വാങ്ങലും കാട്ടിലോ എന്തായിക്കോട്ടെ, ഈ നട്ട പതിരാക്കാണോ ഈ റൂമിക്ക് വരണത്? അത് രാവിലെ എടുക്കാന്നൊക്കെ വിചാരിച്ചേനെ. അപ്പൊ ഓന് രാവിലെ എവിടക്കോ പോകാണ്ടല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ കൊടുന്നതാ. അല്ല ഷാനു? ആ അമ്മ, എനിക്ക് രാവിലെ ഒരു വഴിക്ക് പോകാണ്ടേനി. അപ്പം പൈസ ഞാൻ വേഗം ഇപ്പൊ ഓർമ്മ വന്നപ്പോ കൊടുക്കാൻ വിചാരിച്ചെങ്ങാണ്ട് പോന്നതേനി. അത് ഇന്റെ അടുത്താണെങ്കിൽ ഇനി ചെലവായി പോകുക കാട്ടുക ചെയ്യണ്ടല്ലോ വിചാരിച്ചെങ്ങാണ്ടേ. ന്യായങ്ങള് കേട്ടുങ്ങാണ്ടേ ഇവിടെ മിണ്ടാക്കാൻ വേണ്ടി പൊട്ടന്മാരല്ല ഞങ്ങളൊന്നും. ഞങ്ങളോട് എന്നെങ്ങാനും പറയുന്നുണ്ട് അങ്ങനെയുള്ളത്. നിങ്ങളപ്പ എന്നെ ചീത്തറിയും. ഇന്നും കൂടി ഞാൻ പറഞ്ഞിട്ടില്ലേനോ? ഈ സി എത്ര വട്ടം പറഞ്ഞിക്കണ ഇന്നോട് അറിയാം. ഞാൻ എന്നിട്ട് ഓളെങ്ങനെ പറയലേനി ഇജ്ജ് മാണ്ടാത്തൊന്നും പറയണ്ട, സ്വന്തം ആങ്ങളെയും പെങ്ങളായിട്ടാണ് രണ്ടും നടക്കണത് എന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലാക്കുന്നത് എത്താണെന്നുള്ളത്. അങ്ങനൊന്നുമില്ല. ഓനക്ക് എന്തേനി അറിയോ? എനിക്കൊരു ദിവസം കോളേജിക്ക് പോകാൻ വൈകിട്ടേ ഓനൊന്നാക്കി തരാൻ പറഞ്ഞപ്പോ ഓന് ഒരു ഒഴിവുമില്ല. താത്താക്ക് ഒരു അർജന്റും ഇല്ലാത്ത കാര്യമാണെങ്കിലും ഓൻ ഇങ്ങനെ പോകും. എന്താ ഒൽപ്പിച്ചല് അറിയോ? ഇപ്പൊ കണ്ടില്ല നിങ്ങള്? ഇതേനി പോലെ പരിപാടി. അതിപ്പോ ഓള് പറയണ നേരത്തൊക്കെ ഞാൻ ഓരോ തിരക്കിലേക്കാരോ, അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇനി പോളെ കൊണ്ടുപോകും കാട്ടും ചേച്ചാ. അതുകൊണ്ടാണ്. ഇതൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പോയി കൊടുക്കും ഷാനു. എനിക്ക് അപ്പൊ ഭയങ്കര തിരക്കേക്കാരോ. ഇപ്പതാ ഇവളെന്ത് കാര്യത്തിന് പറയുകയാണെങ്കിലും ഇജ്ജ് ഓടണുണ്ടല്ലോ. ഇതേ ഇനി കാര്യം എന്നുള്ളപ്പോ നമ്മക്ക് ഇപ്പോഴല്ലേ അറിയണത്. അല്ലാ, ഇതൊന്നും കണ്ടും കേട്ടും നിക്കാൻ പറ്റില്ല റബ്ബേ. ഒരുക്കത്തെ പരിപാടിയാണല്ലോ രണ്ടും കൂടി ഇവിടെ. ഇജ്ജ് എങ്ങനെയാണ് ഇവിടെ കാണേണ്ടത്? ഇത് എന്റെ സ്വന്തം താത്തയായിട്ടല്ലേ ഇജ്ജ് കാണേണ്ടത്? എന്റെ കാക്കാന്റെ പെണ്ണുങ്ങളല്ലത്. അതേമാതിരി ഷാഹിന, ഇജ്ജ് എങ്ങനെയാ ഓനെ കാണേണ്ടത്? സ്വന്തം ആങ്ങളായിട്ടല്ലേ, എന്റെ അൻസനായിട്ടല്ലേ ഇജ്ജ് കാണേണ്ടത്? അങ്ങനത്തോടത്താണ് ഒരുക്കത്തെ പരിപാടി കാട്ടുന്നത്. ഇതൊക്കെ ശരിക്കും എന്നോ പിടിച്ചേണ്ടതേനി. എനിക്ക് അന്നേ ഡൗട്ട് ഉണ്ടേനി ഇവലെ ഈ കളി ഇങ്ങനെ കാണുമ്പോ. ഇപ്പൊ എന്തായി? ഇതൊക്കെ എന്നോ പിടിച്ചേണ്ടേനി. നിങ്ങൾ പിന്നെ മാണ്ടാ അറിഞ്ഞിട്ടാണ് ഇങ്ങനെ നടന്നത്. ഇതിപ്പോ ഇങ്ങനെ പറ്റിപ്പോയി. നിങ്ങളൊക്കെ എത്തണോ ഷാഫിനോട് പറയാ? ആ കുട്ടി ഇത് അറിഞ്ഞാനുള്ള അവസ്ഥ റബ്ബേ. അത് ആ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുകയാണല്ലോ.
എനിക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ ചൈന അത്. ചൈന പറ്റത്തെങ്കിലും ആലോചിച്ചോ? റബ്ബേത് ഇങ്ങനൊന്നും ഉണ്ടാകൂലമ്മ, അറിയാതെ പറ്റിയത് ഇനി. ഇന്നത്തോടെ നിർത്തിക്കോ രണ്ടും. ഇനി മേലാലും ഇവിടുന്ന് രണ്ടും തമ്മിൽ കാണാനും കൂടി പാടില്ല. എന്തായാലും ഇത് ഞാൻ വെറുതെ വിടാൻ വിചാരിച്ചിട്ടില്ല രണ്ടിനീട്ടോ. ആ ഷാഫിനെ അങ്ങോട്ട് വരുത്തിച്ച അതാ നല്ലത്. ഓൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന എത്തിനാണ്. നിങ്ങൾ ഷാഫിയാക്കാരെ വിവരം അറിയിച്ചല്ലേ? ഒന്ന് പറയട്ടെ അമ്മ, ഒന്ന് എനിക്ക് ഇനി ഈ പരിപാടി നടക്കൂല. സിയാ ഇജ്ജ് വെള്ളപ്പൊക്കെ എടുക്ക്. ആയിക്കോട്ടെ അമ്മ, ഞാൻ ഇന്ന് ഇവിടെ കിടന്നോണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇവിടുത്തെ ഒരു അനക്കം കേക്കട്ടെ ഞാൻ. ഇജ്ജ് നോളപ്പം കിടന്ന നേരം വെളുക്കട്ടെ, എത്താച്ചാ തീരുമാനിച്ച എന്റെ വീട്ടുകാരെ എല്ലാരും വിളിച്ച. ഇനി എത്താ താത്ത കൊറേ കരഞ്ഞിട്ട്. ഇമ്മാർക്കത്തെ ഒരു കൊടും ജാതി രണ്ടും ചെജുന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലേ. ഷാഫി ഇതൊക്കെ അറിഞ്ഞാളൊരു അവസ്ഥ. ഇതൊക്കെ കാണും കേൾക്കും ചേച്ചല്ലേ. ഇങ്ങനൊന്നും ഉണ്ടാകൂലമ്മ, എന്തോ ഒരു ഇതിൽ പറ്റിപ്പോയതാ. ഞാൻ എന്റെ റൂമിൽ പോയിക്ക ഷാനോ, ഒട്ട പോതിരാക്കാണ്. ഞങ്ങളൊക്കെ ഉറങ്ങി കാച്ചങ്ങാണ്ടാണ് പോന്നേ കാരപ്പല്ലേ. ഓരുമ്പോട്ട് ഓരോ സ്വഭാവം പഠിച്ചങ്ങാണ്ട്. റബ്ബേ, എന്തൊക്കെ കാണും കേക്കുമാണ് ഞാന്. ഇതിനാലോചിക്കുമ്പോ അപ്പൊ ഞാൻ വെള്ളം കുടിച്ചാൻ വേണ്ടി നീച്ചോണ്ടപ്പ ഇത് കണ്ട്. അതൊരവസ്ഥ തന്നെ. പഠിച്ചോനെ, കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ ഷാഫിക്കന്നെ ചതിക്കെന്ന് ഷാഫിക്ക് അറിഞ്ഞാല് ഓലും ഒന്നും ഒഴിവാക്കുൻ്റെ വീട്ടിക്കും കൂടി എന്നെ കയറ്റലുണ്ടാവും. ഒന്നും വേണ്ടില്ലേനു.